നന്ദിനി ഇവിടെ കാണാതായപ്പോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു പ്രോബ്ലം ഇല്ല. ഞാനിതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്താ ഇത്? പറഞ്ഞുതരാം. 3 പേരും ശ്രദ്ധയോടെ കേൾക്കണം. ദേ, ഇതിന്റെ പേരാണ് കുബേരയില്ല. കണ്ട, ഈ കുബേരൻ എന്ന് പറഞ്ഞ ആരാണെന്ന് അറിയൂ? ഒരു സമ്പന്നനായ രാജാവല്ലേ പുരാണത്തിലെ? കറക്റ്റ് അളിയാ. വാവ്. ആ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇലയാണ് കുബേരയില്ല. കണ്ട. പിന്നെ ഇത് അങ്ങനെ എളുപ്പം കിട്ടുന്ന ഒന്നല്ല. അവിടെ നാട്ടിൻ പുറത്ത് ഏതോ മലയുടെ മുകളിൽ പോയി പറിച്ചുകൊണ്ട് വന്നതാ. ഇതുകൊണ്ട് ജ്യൂസ് അടിച്ച ഓരോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാ അവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം വരില്ല. നിത്യേന സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. ആണോ? നന്ദിനി, എന്നാ എനിക്കൊരു ഗ്ലാസ് തരണേ. അതെ, എന്നാ പിന്നെ ഞാനും കുടിക്കാം. 2 പേർക്ക് സമ്പത്ത് വന്ന് കയറുമെങ്കിൽ അത് നല്ലതല്ലേ? എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്തതാ. പിന്നെ നിങ്ങൾ 2 പേരും കുടിക്കുമെങ്കിൽ ഞാനും കുടിക്കാം. അതെ, എന്നാ പിന്നെ നന്ദിനി ഇപ്പൊ തന്നെ 3 പേർക്ക് അരച്ചങ്ങ് കൊടുത്തേരെ. 3 പേരും കുടിക്കട്ടെ. അല്ല, സാറ് വെറുതെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞതാ. ഇത് മൈലാഞ്ചിയുടെ ഇലയാ. കണ്ടിട്ടില്ലേ നിങ്ങളാരും? എന്താണെന്ന് പോലും നോട്ടമില്ല. കാശ് കിട്ടുമെന്ന് പറഞ്ഞാ ജ്യൂസ് അല്ല, പച്ചക്കെടുത്ത് കഴിക്കാനേ ഇഷ്ടം തന്നെ. കഷ്ടം. അത് ഞങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. നീ എവിടം വരെ പോകുന്നു ഞങ്ങളൊന്ന് പരീക്ഷിച്ചു. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. നന്ദിനി, ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നേ? ഇതൊന്ന് വാടി കഴിയുമ്പോ എടുത്ത് അരയ്ക്കണം. അത് കഴിയുമ്പോ സാധാരണ മൈലാഞ്ചി ഇടുന്ന പോലെ ഇട്ടാ മതി. നന്നായിട്ട് ചുമക്കും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അല്ല. എന്നാ ഞാനിത് ബുക്ക് ചെയ്തേ. അതെന്താ നിനക്ക് മാത്രം? എനിക്കും വേണം. അല്ല, ഇത് ഇട്ടുകൊണ്ട് കാശൊന്നും കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ മതി. ഒന്ന് പോടാ അവിടുന്ന്. വേദവാ. അളിയും പറഞ്ഞതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് വിശ്വസിച്ചു. അതിന്റെ ഒരു ചമ്മലുണ്ട് കേട്ടോ 2 പേർക്കും. അല്ല, ഞാനും ചമ്മി. എനിക്കിതൊരു പുതുമയൊന്നുമല്ലല്ലോ. ശരി. എന്തിനാ സാർ അവരെ പറ്റിച്ചത്? പറ്റിച്ചതാണെങ്കിലും തനി സ്വഭാവം വെളിയിൽ വന്നത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. മൈലാഞ്ചി. എന്നാലും എൻ്റെ മോളെ, നാട്ടിൽ നടന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാകുന്നു. അതെ, സൂര്യ സാറ് പത്മ മേഡത്തിനോട് ചോദിച്ചതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? പത്മ മേഡം ആയിരുന്നു ഇതിൻ്റെയൊക്കെ പുറകില്. എനിക്ക് അറിഞ്ഞൂടെ രാജേട്ടാ. ഇനിയിപ്പോ മാഡം ആണെങ്കിൽ തന്നെ എന്താ? സൂര്യ സാർ എന്നെ രക്ഷിച്ചില്ലേ? അല്ല, അവിടെ ചെന്നിട്ടേ ഈ സൂര്യ സാറിന്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? അത് പറഞ്ഞ രസ. സൂര്യ സാറിന് ശരിക്കും കൊച്ചു പിള്ളേരുടെ സ്വഭാവ. പറയെടുപ്പിന് വെളിച്ചപ്പാടൊക്കെ വന്നപ്പോ എന്തായിരുന്നു ബഹളം വെക്കലും ഓട്ടോ ഒക്കെ. പിന്നെ സൂര്യ സാറിന്റെ പെരുമാറ്റം കണ്ടിട്ട് എന്റെ അച്ഛനും മുത്തശ്ശിയും അനിയത്തിമാരൊക്കെ ശരിക്കും കരഞ്ഞു. ഒരകലവും ഇല്ലായിരുന്നു രാജുവേട്ടാ. കൊറേ കാലായിട്ട് അവരുടെ കൂടെ കഴിയുന്ന പോലെയാ. ഞാൻ പ്രതീക്ഷിച്ചതിന്റെ ഒരു 1000 ഇരട്ടിയാ സൂര്യ സാറിൽ നിന്ന് സംഭവിച്ചത്. ഞാൻ എപ്പോഴും പറയാറില്ലേ മോളെ, പാവമാണ്, പഞ്ചപാവമാണ്. സൂര്യ സാർ അവിടെ കൊറേ മത്സരത്തിലൊക്കെ പങ്കെടുത്തു എന്ന് മാത്രല്ല എല്ലാത്തിലും ജയിക്കുകയും ചെയ്തു. അയ്യോ, ജയിച്ച? രാജേട്ടനൊരു തമാശ കേൾക്കണം. ഒരു മത്സരം ഉണ്ടായി. എല്ലാ ഭാര്യമാരും നിരത്തി നിർത്തിയിട്ട് ഭർത്താക്കന്മാരുടെ കണ്ണു കെട്ടി. എന്നിട്ട് ഭാര്യമാരുടെ വിരല് തൊട്ട് തിരിച്ചറിയണം. എനിക്ക് ആ മത്സരത്തിൽ നിൽക്കാൻ എന്ത് ടെൻഷനായിരുന്നെന്ന് അറിയോ? ആ മത്സരത്തിൽ ആര് ജയിച്ചാലും സൂര്യ സാർ ജയിക്കില്ലെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ആ മത്സരത്തിൽ എല്ലാവരും തോറ്റു. സൂര്യ സാർ കൃത്യമായിട്ട് വന്ന് എന്റെ കയ്യിൽ പിടിച്ചതാ ഇത് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട്? സാറിന് കൈവയ്യാതിരുന്നപ്പോ സാറിന് ഞാൻ ചോറ് വാരി കൊടുത്തില്ലേ? അത് ശരി, അങ്ങനെയൊക്കെ സംഭവിച്ചു അല്ലേ? കൈവയ്യാതെ സാറ് ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോ ഞാൻ വാരിക്കൊടുത്തു.
എനിക്ക് ചോറ് വരുത്തുന്ന കയ്യല്ലെന്ന് പറഞ്ഞ സാറിന്റെ കൈ പിടിച്ചത്. ഇതിനേക്കാളും എങ്ങനെയാ മോളെ ഒരാളെ സ്നേഹിക്കുന്നത്? ഇനിയേ മോക്ക് സൂര്യ സാറിനെ സ്നേഹിച്ചൂടെ? നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവുമായിട്ട് അങ്ങ് ജീവിച്ചൂടെ? ഓ, അതിനു വേണ്ടിയാണോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? അതൊന്നുമില്ല. സൂര്യ സാറും ഞാനും തമ്മിൽ ചേരില്ല, ഒരിക്കലും ചേരില്ല. ഞാൻ കരുതി മോള് പറഞ്ഞോണ്ട് വന്നപ്പം മോള് സൂര്യ സാറിനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. രാജവേട്ടനൊന്ന് പോയേ. ഇനി ഇതും പറഞ്ഞ് എനിക്ക് കൂട്ടിരിക്കണ്ട. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? പോയി വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ സൂര്യ സാറെന്ന് മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ഉള്ളിന്റെ ഉള്ളിൽ എന്തോ കുടുങ്ങിട്ടല്ലേ? ഇതെടുത്തൊരു ഒറ്റ ഏറ് വെച്ചെറിഞ്ഞ. അല്ല, ഞാൻ പോയേക്കാം. ഇനി അധികം താമസമൊന്നുമില്ല. എന്റെ സൂര്യ സാറ് നന്ദിനി മോളുടെ മനസ്സിൽ കയറിയിരിപ്പുണ്ട്. അതങ്ങ് ഉറപ്പിക്കും, നോക്കിക്കോ. ഭക്ഷണം കഴിച്ചത് നന്നായി. ഇനി നേരം വെളുക്കുന്നത് വരെ കൈ ഇങ്ങനെ തന്നെ ഇരിക്കണം. അതെ, ചേച്ചിയുടെ ഇടത് കയ്യിൽ ഇട്ട് കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് ഇട്ട് തരണം. അതെങ്ങനെ? അപ്പൊ എന്റെ വലത് കയ്യിൽ ആരിട്ട് തരും? അയ്യോ, അതിന് ഞാനിരിക്കുകയല്ലേ. അതിന് വിജയ്ക്ക് ഇതിടാൻ അറിയോ? ഈ മൈലാഞ്ചിയുടെ കാര്യത്തിൽ അതിന്റെ കലയെന്ന് പറയുന്നത് നമ്മുടെ കൈതട്ടി ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അതാണ് ന്യൂ കളക്ഷൻ. ഞാനിട്ട് തരാം. ഇന്ദ്രജ ധൈര്യമായിട്ടിരുന്നോ? എന്താ എല്ലാരും കൂടി ഇവിടെ പരിപാടി? അതെ ഡാഡി, ഞാൻ മൈലാഞ്ചി ഇടുക. നന്ദിനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ ഒരു മായവും കാണില്ല. കൈ നല്ലോണം ചോക്കുകയും ചെയ്യും. അങ്കിൾ എടുത്തോ? ഹേയ്, എനിക്കെന്തായാലും വേണ്ട. പണ്ട് കാലത്ത് എപ്പോഴോ കയ്യിലിട്ട ഓർമ്മയുണ്ട്. അത് കല്യാണത്തിന് മുമ്പല്ലേ? അതെ, അത് നിനക്കെങ്ങനെ മനസ്സിലായി?